ദോഹയിൽ ചേർന്ന നാലാമത് മതാന്തര വട്ടമേശ സമ്മേളനം വിവിധ മതവിഭാഗങ്ങളുടെ സംഗമവേദിയായി മാറി. ദോഹ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റർഫെയ്ത്ത് ഡയലോഗും ക്രിസ്ത്യൻ ചർച്ചസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ധാർമ്മിക മൂല്യങ്ങൾ പുതിയ തലമുറയിൽ പ്രയോഗവൽക്കരിക്കുക എന്ന പ്രമേയത്തിലാണ് ദോഹയിൽ മതാന്തര സംവാദം സംഘടിപ്പിച്ചത്. 4 സെഷനുകളിലായി നടന്ന ചർച്ചയിൽ വിവിധ മതവിഭാഗങ്ങളുടെ നേതാക്കൾക്കൊപ്പം വിദ്യാഭ്യാസ വിചക്ഷണരും പങ്കെടുത്തു. ദോഹ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റർഫെയ്ത്ത് ഡയലോഗും ക്രിസ്ത്യൻ ചർച്ചസ് സ്ട്രീമിംഗ് കമ്മിറ്റിയും സംയുക്തമായാണ് സംവാദം സംഘടിപ്പിച്ചത്. نريد النتيجة أننا نكون نوعا ما متشاركين جميعنا كبشر وليسنا كأصحاب أديان كبشر في أن بهذه القيم. ഉദ്ഘാടന സെഷന് പുറമെ 3 വിഷയങ്ങളിൽ പ്രത്യേകം ചർച്ചകളും നടന്നു. മക്കളിലൂടെ പ്രതിഫലിക്കുന്ന മാതാപിതാക്കളുടെ പ്രകൃതം, വിദ്യാഭ്യാസത്തിന്റെ മൂല്യവൽക്കരണം, തൊഴിലിടങ്ങളുടെ ധാർമ്മികത എന്നീ തലക്കെട്ടുകളിലാണ് ചർച്ചകൾ നടന്നത്. പരസ്പരം തിരിച്ചറിയാനാവാതെ സാമൂഹിക ജീവിതത്തിൽ സൗഹൃദം പുലരില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും കാരണവും പരസ്പരമുള്ള തെറ്റിദ്ധാരണകളാണെന്ന തീർപ്പിലാണ് ചർച്ച സമാപിച്ചത്. സംവാദം നയിച്ചവരിലെന്ന പോലെ സദസ്സിലും വിവിധ മതവിഭാഗങ്ങളുടെ പ്രതിനിധികളാണ് നിറഞ്ഞു നിന്നത്. വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഊഷ്മളമായ ബന്ധം ഉറപ്പുവരുത്തുന്നതോടൊപ്പം പുതിയ തലമുറയിലേക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകാനും ദോഹ ഇന്റർഫെയ്ത്ത് ഡയലോഗിന്റെ ഈ സമ്മേളനം ലക്ഷ്യമിടുന്നു. ദോഹയിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1. വാർത്തകൾ തുടരുന്നു. രാജ്യത്തെ ടെലിഫോൺ ഉപഭോക്താക്കൾ കുടിശ്ശികയുള്ള ടെലിഫോൺ ബിൽ ഈ മാസം 22-ന് മുൻപ് അടച്ചു തീർക്കണമെന്ന് കുവൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഇതിൽ വീഴ്ച വരുത്തുന്നവരുടെ കണക്ഷൻ 23 മുതൽ വിച്ഛേദിക്കും. ഇങ്ങനെ വിച്ഛേദിക്കപ്പെട്ട ഫോൺ കണക്ഷൻ രണ്ടാമത് പുനഃസ്ഥാപിക്കണമെങ്കിൽ വീടുകളുടേതാണെങ്കിൽ 50 ദീനാറും വാണിജ്യ സ്ഥാപനങ്ങളിലേതാണെങ്കിൽ 100 ദീനാറും പിഴ ഒടുക്കേണ്ടി വരുമെന്നും ടെലികമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ആധുനിക കുവൈറ്റിന്റെ ശില്പികളിൽ ഒരാളും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള അൽ ജാബിർ അസ്വബാഹിന് ഐക്യരാഷ്ട്രസഭയുടെ ആദരം. വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് ഷെയ്ഖ് അബ്ദുള്ളയുടെ സംഭാവനകൾ മുൻനിർത്തി യുനെസ്കോ ആണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ രക്ഷാകർതൃത്വത്തിൽ ദസ്മാനിലെ ഷെയ്ഖ് അബ്ദുള്ളയുടെ കൊട്ടാരത്തിലാണ് ചടങ്ങ് അരങ്ങേറിയത്. അമീർ നേരിട്ട് തന്നെ ചടങ്ങിൽ പങ്കെടുക്കുകയും കൊട്ടാരത്തിലൊരുക്കിയ ഷെയ്ഖ് അബ്ദുള്ളയുടെ ജീവചരിത്രവും വിവിധ രംഗങ്ങളിൽ നൽകിയ സംഭാവനകളും പകർത്തിയ ചിത്രപ്രദർശനം നോക്കിക്കാണുകയും ചെയ്തു. അമീരി ദീവാൻ, കുവൈത്ത് നാഷണൽ കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കിരീടാവകാശി ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ്, പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ അൽ മുബാർക്ക് അൽ ഹമദ് അൽ സബാഹ്, പാർലമെന്റ് സ്പീക്കർ മർസൂഖ് അൽ ഖാനും എന്നിവർക്കൊപ്പം മന്ത്രിമാരും ഉന്നത രാഷ്ട്രീയ വൃത്തങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. യുനെസ്കോ പ്രതിനിധി ഡോക്ടർ ഹമാദ് ബിൻ സൈഫ് അൽ ഹമാമി, സ്വാഗത സംഘം ചെയർപേഴ്സൺ ഷെയ്ഖ മുന അൽ ജാബിർ അൽ അബ്ദുള്ള അൽ സബാഹ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 1936 മുതൽ 64 വരെ 3 പതിറ്റാണ്ടോളം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള ആധുനിക കുവൈത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഗതി നിർണയിച്ച വ്യക്തിയായാണ് അറിയപ്പെടുന്നത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. നവംബർ 11-ന് ഉദ്ഘാടനം ചെയ്യുന്ന ദുബായ് ട്രാം ദിവസം 19 മണിക്കൂർ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. നവംബർ 12 ബുധനാഴ്ചയാണ് ട്രാം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യ സർവീസ് നടത്തുക. മെട്രോ പദ്ധതിയുടെ മികച്ച വിജയത്തിനു ശേഷം ട്രാമിലൂടെ പുതിയ ചരിത്രം രചിക്കാനൊരുങ്ങുകയാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. നവംബർ 11 ചൊവ്വാഴ്ച ഉദ്ഘാടനം നിർവഹിക്കുന്ന ട്രാം ബുധനാഴ്ചയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യ സർവീസ് ആരംഭിക്കുകയെന്ന് RTA അധികൃതർ അറിയിച്ചു. 11-ാം മാസം 11-ാം തീയതി രാത്രി 11:11-നാണ് ട്രാമിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുക. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 6:30 മുതൽ 1:30 വരെ 19 മണിക്കൂറാണ് ട്രാം ഒരു ദിവസം സർവീസ് നടത്തുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മണി മുതലാണ് സർവീസ് ആരംഭിക്കുക. 10.5 കിലോമീറ്ററിനുള്ളിൽ 11 സ്റ്റോപ്പുകളാണ് ട്രാമിനുള്ളത്. തിരക്കുള്ള ദിവസങ്ങളിൽ 10 മിനിറ്റിൽ ഒരു ട്രാം എന്ന കണക്കിലും തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ 12 മിനിറ്റിൽ ഒന്നെന്ന നിലയിലുമാണ് സർവീസ് നടത്തുക. 405 യാത്രക്കാരെ കൊള്ളുന്ന ട്രാമിന് 1 ഗോൾഡും 4 സിൽവറും കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി 2 ക്യാബിനും ഉണ്ടാവും. ജനുവരിയിൽ തന്നെ ട്രാമിന്റെ പരീക്ഷണയോട്ടം ആരംഭിച്ചിരുന്നു. നിയമലംഘനങ്ങൾ കണ്ടെത്താൻ നൂതന സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയതെന്ന് RTA അധികൃതർ വ്യക്തമാക്കി. ട്രാമിനകത്തും പുറത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ട്രാം കടന്നുപോകുന്ന പാതകളിൽ 64 ക്യാമറകൾ സ്ഥാപിക്കുകയും 150 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ 1, ദുബായ്. സൗദി എയർലൈൻസ് ആഭ്യന്തര റൂട്ടിലെ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തിൽ മാറ്റം വരുത്തുന്നു. വിമാനത്തിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ അനുവദിച്ചിരുന്ന 48 മണിക്കൂർ സാവകാശം എടുത്തുകളയും. പുതിയ നടപടി ജനുവരിയോടെ പ്രാബല്യത്തിൽ വരും. സൗദി എയർലൈൻസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ലഭിച്ചിരുന്ന 48 മണിക്കൂർ സാവകാശം ഇനി ലഭിക്കില്ല. സീറ്റ് ബുക്ക് ചെയ്യുന്ന വേളയിൽ തന്നെ ടിക്കറ്റ് എടുക്കുന്ന ബുക്ക് ആൻഡ് പേ സംവിധാനമാണ് ഇതിന് പകരമായി നടപ്പാക്കുക. 2015 ജനുവരി മുതൽ പരിഷ്കരണം നടപ്പിലാക്കുമെന്നും എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു.
കൂടുതൽ യാത്രക്കാർക്ക് അവസരം ലഭിക്കാനും ബുക്കിംഗ് സംവിധാനം കാര്യക്ഷമവും കുറ്റമറ്റതുമാക്കാനുമാണ് പുതിയ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് വിശദീകരണം. യാത്രക്കാർക്ക് ആവശ്യമായ സീറ്റുകളുടെ ആവശ്യവും ലഭ്യതയും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനും ഇതുവഴി സാധിക്കും. സീറ്റ് ബുക്ക് ചെയ്തവർക്ക് 48 മണിക്കൂർ സാവകാശം ലഭിച്ചിരുന്നത് പലരും ബുക്കിംഗ് ദുരുപയോഗം ചെയ്യാനും ഉപയോഗിച്ചിരുന്നു. ചില ഏജൻസികളും ഇടനിലക്കാരും ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കൂടുതൽ തുകയ്ക്ക് വിൽക്കുന്നതായും എയർലൈൻസ് അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അനാരോഗ്യ പ്രവണതകളെ ഇല്ലാതാക്കാൻ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. സൗദിയിലെ ആഭ്യന്തര റൂട്ടിൽ നിലവിലുള്ള സീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകാനും പുതിയ സംവിധാനം ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ സംവിധാനത്തിന്റെ അന്തിമഫലം യാത്രക്കാർക്കാണ് ലഭിക്കുക എന്നും എയർലൈൻസ് വൃത്തങ്ങൾ പറഞ്ഞു. മീഡിയ 1 റിയാദ്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് മദ്യപിച്ച് ഡ്രൈവ് ചെയ്യുന്നത് പോലെ അപകടകരമാണെന്ന് UAE RTA മുന്നറിയിപ്പ്. ഫോൺ ഉപയോഗത്തിന്റെ അപകട സാധ്യത വർദ്ധിച്ചതാണെന്നും അന്താരാഷ്ട്ര പഠനങ്ങൾ പറയുന്നതായും RTA അധികൃതർ വ്യക്തമാക്കി. വിർജീനിയ ടെക് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനം പറയുന്നത് 80% അപകടങ്ങൾക്കും കാരണം ഫോൺ ഉപയോഗം മൂലം ഡ്രൈവറുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നുവെന്നതാണ്. അപകടത്തിന് തൊട്ടുമുമ്പ് 2-3 സെക്കൻഡിൽ ഡ്രൈവർമാർക്ക് ശ്രദ്ധ പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് UAEയിൽ വാഹനമോടിക്കുന്നവർ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. മദ്യപിച്ച് വാഹനമോടിക്കുമ്പോഴുണ്ടാകുന്ന ശ്രദ്ധക്കുറവിന്റെ 80% ഫോൺ ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് RTA അഭ്യർത്ഥിച്ചു. UAEയിൽ മാത്രമല്ല ലോകമെങ്ങും വാഹനമോടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മുന്നറിയിപ്പ് നൽകുന്നതെന്ന് RTA ട്രാഫിക് ഡയറക്ടർ ഹുസൈൻ അൽ ബന്ന പറഞ്ഞു. ചില പഠനങ്ങളിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഡ്രൈവർമാർക്ക് 50% പ്രതികരണശേഷി നഷ്ടപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ജപ്പാൻ, സിംഗപ്പൂർ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ ഡ്രൈവിംഗിൽ ഫോൺ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടൻ, സ്വിറ്റ്സർലാൻഡ്, UAE തുടങ്ങിയ രാജ്യങ്ങൾ വയർലെസ് ഹെഡ്സെറ്റ് ഉപകരണങ്ങൾ വഴി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട്. മീഡിയ 1 ദുബായ്. പക്ഷാഘാതം ബാധിച്ച് കിടപ്പിലായ മലയാളി മത്സ്യത്തൊഴിലാളി നാട്ടിൽ പോവാനാവാതെ പ്രയാസപ്പെടുന്നു. 2.5 മാസമായി ദോഹയിലെ ഹമദ് ആശുപത്രിയിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് യാത്രയ്ക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്നത്. 4 വർഷമായി ഖത്തറിൽ മത്സ്യത്തൊഴിലാളിയായി കഴിയുന്ന തിരുവനന്തപുരം പൂന്തുറ സ്വദേശി ആന്റണി ഔസേപ്പാണ് പക്ഷാഘാതം വന്ന് കിടപ്പിലായത്. 2.5 മാസമായി ദോഹയിലെ ഹമദ് മെഡിക്കൽ സെന്ററിൽ കഴിയുന്ന ഇദ്ദേഹത്തിനിപ്പോൾ സംസാരശേഷിയും നഷ്ടപ്പെട്ടു. ദോഹയിൽ നിന്ന് 7 മൈൽ അകലെ കടലിൽ വെച്ച് മത്സ്യബന്ധനത്തിനിടെ പക്ഷാഘാതം ബാധിച്ച ഇദ്ദേഹത്തെ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. 24 ദിവസം അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞ ഇദ്ദേഹം ഒരു ഓപ്പറേഷനും വിധേയമായിട്ടുണ്ട്. ആന്റണി കിടപ്പിലായത് മുതൽ ജോലിക്ക് പോവാനാവാതെ സഹോദരി ഭർത്താവായ ബെൽത്യാസും ആശുപത്രിയിൽ കൂട്ടിരിക്കുകയാണ്. ഇതോടെ നാട്ടിൽ 2 കുടുംബങ്ങളാണ് പട്ടിണിയിലായത്. നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പം നോക്കിയപ്പോൾ 25,000 റിയലാവുന്ന പറയണത് ടിക്കറ്റ്, പിന്നെ അതിൻ്റെയൊക്കെ അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അത് പുള്ളി പറ്റിയ അന്ന് മുതൽ പുള്ളിയുടെ ഇവിടെ ആയിരിക്കണത്. രാവിലെ ഇവിടെ ഹോസ്പിറ്റലിൽ വരും, രാത്രിയാണ് ഞാൻ പോണത്. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന ദരിദ്ര കുടുംബത്തിന്റെ അത്താണിയാണ് ആന്റണി ഔസേപ്പ്. സംസാരശേഷിയില്ലാത്ത മൂത്ത മകൾക്ക് 19 വയസ്സ് കഴിഞ്ഞു. ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ 6 പേർക്കുള്ള വിമാന ടിക്കറ്റും ഒരു നഴ്സിന്റെ സേവനവും ആവശ്യമാണ്. നാട്ടിൽ ചികിത്സയ്ക്കായും ഭാരിച്ച ചെലവ് വരും. സുമനസ്സുകൾ കനിഞ്ഞാൽ 2 കുടുംബങ്ങൾക്കത് സഹായകമാകും. മുജീബ് റഹ്മാൻ, മീഡിയ 1 ദോഹ. ഷാർജ റോഡിൽ സാഹസിക പ്രകടനത്തിനിറങ്ങിയ 38 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. നസ്ബ മദാം റോഡിൽ വെച്ചാണ് ഇത്രയും വാഹനങ്ങൾ പിടികൂടിയത്. യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചതിനും നിയമം ലംഘിച്ചതിനുമാണ് നടപടി. ഇതിനു പുറമെ ഗതാഗത നിയമങ്ങൾ 350 വാഹനങ്ങൾക്ക് പിഴ നൽകിയതായും പോലീസ് പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെയും നിയമങ്ങൾ പാലിക്കാതെയും വാഹനങ്ങളുമായി നിരത്തിൽ ഇറങ്ങരുതെന്ന് ഷാർജ പോലീസിലെ സെൻട്രൽ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ കേണൽ അബ്ദുള്ള മുബാറക് മുന്നറിയിപ്പ് നൽകി. മലീഹ റോഡിൽ ഇത്തരം സാഹസിക പ്രകടനങ്ങൾ നടക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ടെന്നും വൈകാതെ ഇവിടെ ശക്തമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എഴുത്തുകാരിയും വിദ്യാഭ്യാസ വിചക്ഷണയുമായിരുന്ന ബി ഹൃദയകുമാരിയുടെ നിര്യാണത്തിൽ പ്രവാസി സാംസ്കാരിക വേദി അനുശോചിച്ചു. മികച്ച അധ്യാപിക, വിദ്യാഭ്യാസ വിദഗ്ധ, എഴുത്തുകാരി എന്നീ നിലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരായിരുന്നു ബി ഹൃദയകുമാരി. സാംസ്കാരിക കേരളത്തിന്റെ ദുഃഖത്തിൽ പ്രവാസി സമൂഹവും പങ്കുചേരുന്നുവെന്ന് പാർട്ടിയുടെ സൗദി ഘടകം പുറത്തിറക്കിയ അനുശോചനക്കുറിപ്പിൽ പറയുന്നു. ആലപ്പുഴ നഗരത്തിൽ താമസിക്കുന്ന പുതുവൽ പുരയിടം വീട്ടിൽ രാജി അബ്ദുൾ റസാഖ് ഹൃദയാഘാതം മൂലം സലാലയിൽ നിര്യാതനായി. 45 വയസ്സായിരുന്നു. നാഷണൽ പാക്കേജിംഗ് കമ്പനിയിൽ കഴിഞ്ഞ 10 വർഷമായി ജോലി ചെയ്തു വരികയാണ്. സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. സുനിത റസാഖാണ് ഭാര്യ. 2 മക്കളുണ്ട്.
ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടക മദീനയിൽ നിര്യാതയായി. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും ഹജ്ജിന് വന്ന തബ്സം ആണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. 7 ദിവസമായി അൽ അൻസാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവരുടെ ഒപ്പം ഹജ്ജ് ചെയ്ത ഭർത്താവ് ഇസ്മായിൽ ഷിയാഖ് മദീനയിലുണ്ട്. ഇവർക്ക് 5 മക്കളുണ്ട്. വാർത്തകൾ തുടരുന്നു. 1.5 മാസം മുൻപ് സൗദി അറേബ്യയിലെ ഷറഫിയയിൽ നിന്നും കാർ മാർഗം യാത്ര പുറപ്പെട്ട 4 അംഗ സംഘം മലപ്പുറത്തെത്തി. 10 രാജ്യങ്ങളുടെ സാംസ്കാരിക സമ്പന്നത അനുഭവിച്ചെത്തിയ സംഘത്തിന് നാട്ടുകാർ ഗംഭീര സ്വീകരണമാണ് നൽകിയത്. ചൈനയിലെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് 3 ദിവസം വൈകിയാണ് സംഘം മലപ്പുറത്തെത്തിയത്. സ്പോൺസർ നൽകിയ കാർ, 4 സുഹൃത്തുക്കൾ, 45 ദിവസം, 10 രാജ്യങ്ങൾ, 15,174 കിലോമീറ്റർ. ജിദ്ദയിലെ ഷറഫിയയിൽ നിന്നും സെപ്റ്റംബർ 24-ന് മലപ്പുറത്തേക്ക് തിരിച്ച സംഘമങ്ങിനെ ഇന്ന് രാവിലെ നാട്ടിലെത്തി. നാട്ടുകാരവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. കൊണ്ടോട്ടി മേലങ്ങാട് സ്വദേശി മുജീബ്, അങ്ങാടിപ്പുറം വലമ്പൂർ സ്വദേശി അറഫാത്ത്, പൂക്കോട്ടൂർ സ്വദേശി അബ്ദുൽ നാസർ, ചെറുകര സ്വദേശി പുന്നശ്ശേരി നാസർ. ഇവരാണ് റോഡ് വഴി കാറിൽ നാട്ടിലെത്താൻ സാഹസിക മാർഗം സ്വീകരിച്ചവർ. 4 പേർക്കും സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. UAE-യിൽ നിന്നും ഇറാനിലേക്ക് ജങ്കാറിലായിരുന്നു യാത്ര. UAE, ഇറാൻ, തുർക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ചൈന, ടിബറ്റ്, നേപ്പാൾ വഴി ഉത്തർപ്രദേശ് അതിർത്തിയായ സിനോളിലൂടെയാണ് ഇന്ത്യയിലേക്ക് ഇവർ കാർ ഓടിച്ച് കയറിയത്. പ്രയാസം വന്നത് ചൈനയിൽ മാത്രം, പിന്നെ ഇന്ത്യയിലെ റോഡുകളും. ചൈനയിൽ ചില്ലറ ബുദ്ധിമുട്ട് വന്നു. അവിടെ റോഡിലെല്ലാം സ്നോ കാരണം വണ്ടി ഓടിച്ചു പോകാൻ അവർ സമ്മതിക്കുന്നില്ല. അത് കാരണം നമുക്ക് വണ്ടി ട്രക്കിൽ കയറ്റിക്കൊണ്ട് വന്നു. ഒരു 3000 കിലോമീറ്റർ നമ്മൾ വണ്ടി ട്രക്കിൽ കയറ്റി നേപ്പാൾ ബോർഡിലേക്ക് എത്തി. റോഡുകൾ ഇന്ത്യ മാത്രമേ നമുക്ക് ഇന്ത്യയും നേപ്പാളും മാത്രമേ റോഡുകൾ മോശമാക്കി തോന്നിയുള്ളൂ. ബാക്കിയുള്ള രാജ്യങ്ങൾ 15,000-ഓളം കിലോമീറ്റർ ഓടിച്ചത് അറഫാത്തായിരുന്നു. ഒറ്റയ്ക്കൊരു ഡ്രൈവിംഗ് നടത്തിയിട്ട് അങ്ങനെ റെക്കോർഡുകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു മോഹമായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഡ്രൈവിംഗ് ഒരു ക്രൈസാണ്. സ്പോൺസർ നൽകിയ കാർ ഇനി കപ്പൽ വഴി 4 മാസം കഴിഞ്ഞ് തിരിച്ചയക്കും. യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കുന്ന തിരക്കിലാണിപ്പോൾ 4 പേരും. നാളെ കൊണ്ടോട്ടിയിലും സംഘത്തിന് സ്വീകരണമുണ്ട്. ആഫ്താബുർ റഹ്മാൻ, മീഡിയ 1, മലപ്പുറം.